നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവിലവുകൾ നിന്റെ വിശുദ്ധ തിരുനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്കിൽ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് തന്നെ പൂർത്തിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. നിങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും തന്നെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും കാലമൊക്കെ നിരന്തരം കരയേറ്റുവാൻ നാം യോഗ്യരായി തീരണമേ. ഭാവികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായ വെടുപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന തളുപ്പുമായിരിക്കുന്ന മിശിഹാ തമ്പുരാന് അവന വാഴ്വിന്റെ നേരത്ത് നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു.
പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചന നൽകുന്നതുമായ കർത്താവേയും ആദ്യ കടികളായ ഹാബിലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആനോക്ക് നിന്നെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിക്കുമാറാകണമേ. നീതിമാനായ യോഹന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്നും ദുഷ്ടനാം ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രായേലിന് വസ്തുത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയാട് ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സക്കായോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്നേഹം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീ അവളുടെ വിശുദ്ധമായ വേദനകളിൽ നിന്നും സ്വസ്ഥ പ്രാപിച്ചതുപോലെ മുഖാന്തരമായ ആദിന നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. ജ്ഞാനായ സ്ത്രീയുടെ മകളിൽ നിന്നും ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനാദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്നാക്കി ചൂളയിൽ വെച്ച് അന്യ മുതലായ ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടവിചാരികളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കറുത്ത സംബന്ധവും ജീവപ്രദങ്ങളും അതിൻ്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിലയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസേനയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠ പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഭാവികളോട് കരുണയുള്ളവനും ചിന്താവിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. വാതിലിൽ യാചന ശബ്ദം മോട്ടുന്നു. മുടക്കരുതേ നിൻ സേവകരിൽ ആവേശയാചനയെ ദേവാകൃപയാൽ പാലിക്ക. കോപവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകിയിടേണമേ. വാതുണയ്ക്കായി ബലഹീനർ വിളിച്ചിടുന്നു നല്ലവനെ. പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകിയിടേണമേ. ചെയ്യണമേ കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. വിളച്ചൊരു തിന്മകളോ കരുതേ കരുണാകരന കർത്താവേ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ നിന്ന് എന്നാൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരമുള്ളവരായിരുന്നു.
അവരിലൊരുത്തനും അവനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്ത്രീഹന്മാർ മഹാശക്തിയോടെ ഈശോമിശിഹായുടെ പുനരുദ്ധാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ത്രീഹന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടുമിരുന്നു. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവങ്കേലിസ്തന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ കന്യമറിയാമിൽ നിന്നും ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് പ്രകാരം സംഭവിച്ചു. പ്രവേശിച്ചു കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരൻ പ്രധാനിയുമായി സഖായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശോതമ്പുരാൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സഖായിയോ ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നത് കൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോടി യേശോതമ്പുരാന്റെ മുൻപിൽ കടന്നു. തന്നെ കാണുവാനായി ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി. യേശോതമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട്, സഖായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു. സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ പാപിയായ മനുഷ്യന്റെ അടുക്കലാകത്തി എന്ന് വാർത്തു എന്ന് വെറുതെ പറഞ്ഞിരുന്നു. എന്നാൽ സഖായി നിന്ന് യേശോതമ്പുരാനോട്, തന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോതമ്പുരാൻ അവനോട്, ഇവൻ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്നീ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിപ്പാൻ വന്നുവെന്നരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. മകളഖിലം മനുജർക്കായി ദാനം ചെയ്തും സ്വർഗവാഴ്വുകളയച്ചും അരുളുന്നോരു കാർത്തൻ ഇവിടെയും വാസികളെയും വാഴ്ത്തുമാറാകാം. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാകാം. ചുങ്കക്കാരനും സഖായിയുടെ വീട്ടിൽ ചെന്ന് ഇന്നേ വീടിനു രക്ഷയുണ്ടായ അരുളിയനാഥൻ അമശിതാരാജൻ ഇതിൽ പ്രവേശിച്ച് തൻവലം കൈയാതെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കർത്താവീശോ നിൻ കൃപയോട് നിന്ദാനങ്ങളെ ഞങ്ങൾ മേൽ അയച്ചിടണമേ. ഇടച്ചവരാതെ നിൻ വഴികളിൽ നടന്നിടുവാൻ മാവേട്ടവനിൽ നിന്നെങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസത്തോടെ തന്നെ
നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരവള്ളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഭവനവാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നു എന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്തു പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ നിങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കും നിന്റെ വിപുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളിൽ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങളെ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സല്ലുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, വീട് പണിയുവാൻ നിന്റെ ഉടമസ്ഥർക്ക് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും എത്രത്തോളതിനെ പൂർത്തിയാക്കുവാൻ അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ വരെ നടത്തുകയും ചെയ്തതിനു വേണ്ടി മന്ദിയവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാ അധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുള്ളുന്നില്ലെങ്കിലോ അതിന്റെ കാവൽക്കാർ വൃഥാ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കി എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സകല നന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഖായിയുടെ വീട്ടിൽ പ്രവേശിച്ചവൻ അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിനെ രക്ഷയുണ്ടായെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായി ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കൾ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരോ ആക്കി തീർക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കവലെങ്കിൽ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ട പെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷയിൽ നിന്നും ആകൽകർസായുടെ എല്ലാ കൗശലത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാടി വാസസ്ഥലത്തെയും പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നിന്റെ നോട്ടം വിടാതെ രാപ്പ് നിന്റെ ചെറുകീഴിൽ ഇവരെ മറിച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനും ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധരോടുകൂടെ മഹത്വമുള്ളതും നിത്യതയുള്ളതുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ജീവൻ നൽകുന്നതുമായ ശ്രീപാട് അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാലും നന്ദിക്ക് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീർന്നിരിക്കുന്നു. അയവ പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. അയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. അയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. കർത്താവിനെ എന്നോടുകൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്തിടുവിൻ നിങ്ങൾ
തന്നാമം നാമൈക്യമോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഉന്നതമാക്കിടുക ഇപ്പോൾ ബാറയ്ക്കുമോ അരിമളതയില തിരുമധികം വാസനയേറു രക്ഷകനെ പരിശുദ്ധാത്മാവാലെ നിൻ അടിയാരെ പരിശുദ്ധന്മാരുടെ കാഴ്ചകളും പ്രാർത്ഥനയും പരിമളമായേറ്റ കർത്തൃകർത്താവേ നീ ഭാവികളാം ഞങ്ങളുടെ പ്രാർത്ഥനകളെയെല്ലാം കൈകൊണ്ടിടണമേ ബാറയ്ക്കുമോ മേൽപ്പെട്ടക്കാരനാം അഹരോന്റെ ധൂപം കൊണ്ട് ഇസ്രായേലിന്റെ വസന്ത വിരോധിച്ച രക്ഷകർത്താവേ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപരോഗം നീക്കി സ്വസ്ഥത നൽകണമേ മുറിയോറാകെ മേലൈനോ ആധാരേ കുരിയലായിസോൻ കുരിയലായിസോൻ പിതാവായി സർവശക്തനായി ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവും ജനത്തിനുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ഉച്ചയോടെ അടുത്തതായിട്ടുള്ള സമയത്തെ
എറണാകുളത്തിൻ്റെ പള്ളിക്കര ദേശത്തെ നമ്മളുടെ ഇടവാംഗമായിരിക്കുന്നതായിട്ടുള്ള ഷമേൻ സാറിൻ്റെയും സൂസമ്മയുടെയും മകൻ സുജിത്തിനും സുമിക്കും റയാൻ മോനും ദൈവം ഒരു ഭവനം ദാനമായി കൊടുത്തു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഈ ലോകത്തിലൊരു വീട് പാർക്കുവാനായിട്ട് കിട്ടുന്നത് നമ്മളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. എൻ്റെ മക്കൾ ജോലി സംബന്ധിച്ച് ഈ പ്രദേശത്ത് വന്ന് പാർത്ത് വാടക വീട്ടിൽ താമസിച്ചു. എന്നാൽ സ്വന്തമായിട്ടൊരു ഭൂമിയും സ്വന്തമായിട്ടൊരു വീടും അവർക്ക് ദൈവം ദാനമായിട്ട് കൊടുത്തു. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തു, കർത്താവേ, നിൻ്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്ന്. യഹോവ വീട് പണിയുന്നു, യഹോവ പട്ടണം കാക്കുന്നു, അല്ലെങ്കിൽ അത് വൃഥാവാണെന്ന് ദൈവത്തിൻ്റെ വചനം. കൊണ്ട് ദൈവത്തിൻ്റെ കരുണയും ദൈവകരങ്ങളുടെ സ്പർശനവും ഇടപെടലും ആദ്യോടന്തം ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ വ്യാപരിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെട്ടതിനായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ മക്കൾ ഈ പ്രദേശത്ത് പാർക്കുന്നത് കൊണ്ട് അവർ കൂടി നടക്കുന്ന തെങ്ങോട് ഇടവയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും അയൽപക്കങ്ങൾക്കും സഖായുടെ ഭവനത്തിൽ യേശു പ്രവേശിച്ച് ആ വീടിനെയും നാടിനെയും അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പെരിങ്ങള്ളൂർ മാർത്തോമ ഇടവകയുടെ അതുപോലെ ചോദിച്ചാനൊക്കെ ഇവിടെ ഉണ്ട് തെങ്ങോട് ഇടവക എല്ലാവരുടെയും ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹകരമായിട്ട് ഈ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്ത് കർത്താവിൻ്റെ ശുശ്രൂഷയിലും പങ്കാളികളായി തീരാൻ ഇടയാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നാം എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നന്ദി പറഞ്ഞിട്ട് അനുഗ്രഹത്തെ കൈ ഞങ്ങളുടെ മകൻ എറണാകുളത്ത് താമസമായി 6-7 വർഷം കൊണ്ട് ഇവിടെ താമസമായി. അവൻ ഇവിടെ പല സ്ഥലങ്ങളിലായി ഒരു ഭവനം വേണമെന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി പലയിടങ്ങളിൽ സ്ഥലങ്ങളൊക്കെ നോക്കി 2-3 വർഷമായി ഈ ഒരു സ്ഥലം വാങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. പലയിടത്തും പോയപ്പോഴും പലവിധമായ പ്രതിസന്ധികൾ അവിടെയൊക്കെ ഉണ്ടായി. എന്നാൽ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ ഒരുവിധം വെള്ളം കയറാത്തതും ഉറപ്പുള്ളതും അങ്ങനെയൊക്കെ ഒരു സന്തോഷം തോന്നി. ഈ സ്ഥലം വാങ്ങുവാനിടയായിരുന്നു. 2 വർഷമായി ഈ ഭവനത്തിൻ്റെ പണി തുടങ്ങിയിട്ട് പലവിധമായ പ്രതിസന്ധികൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു എഞ്ചിനീയറെ ഏൽപ്പിച്ചെങ്കിലും അതിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, അതിന് തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നെ നമ്മുടെ ജീവാണ് തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ജീവ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകമായി ജീവൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ജീവ പോയി. പിന്നെ പലരെ കൊണ്ടൊക്കെ ഈ ഭവനം പണിയിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇതിനെ മേൽനോട്ടം വഹിക്കുവാനായിട്ടൊക്കെ ഏറ്റവും മുന്നിൽ നിന്നത് സുമിയുടെ പപ്പയാണ്. എത്ര നന്ദി പറഞ്ഞാലും ഒരുപക്ഷെ തീരുകാരാൻ സാധ്യമായി തീരും. ഒരു പിതാവിനെന്ന് പറയുന്നത് ഒരു മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭവനമൊക്കെ കാണുവാനായിട്ട് വലിയ ആഗ്രഹമാണ്. പ്രത്യേകമായി ഞങ്ങളുടെ ആരുടെയും സഹായങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ മക്കൾ ഒരു ഭവനം ചമച്ചു എന്ന് കാണുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷവും അനുഭവങ്ങളും ഇതിനകത്ത് കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമായി. കുഞ്ഞുങ്ങളൊന്നും ഏത് ദേശത്തായിരുന്നാലും വഴിവിഴച്ചൊന്നും പോകാതെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകമായ സന്തോഷമാണ്. ഈ ഭവനം പണിയുന്നതിനുള്ള അഡ്വൈസുകളൊക്കെ കൂടുതലും സുജിത്തിനേക്കാൾ കൂടുതൽ സുമിയാണ് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്. അതിലൊക്കെ കണ്ടെത്തിയതായ സുമിയോട് പ്രത്യേകമായി പപ്പയോട് ഒക്കെ ഉള്ളതായ സന്തോഷം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഇതിനുവേണ്ടി അച്ഛനെ നേരത്തെ ഞാൻ വിവരങ്ങൾ അറിയിക്കുകയും
ഇതിനു വേണ്ടി അച്ഛൻ വേർതിരിച്ച് അതിരാവിലെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി എഴുന്നേറ്റ് ഇവിടെ വരുവാനായിട്ട് അച്ഛൻ സാധ്യമായി തീർന്നു. ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ഈ ഭവനത്തിനൊരു പ്രാർത്ഥന നടത്തി ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനമുള്ള അച്ഛൻ വളരെ വലിയ സന്തോഷത്തോടെ വിനയത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിലുള്ളതായ നന്ദി അറിയിക്കുകയാണ്. അതോട് തെങ്ങോട്ട് ഇടവകയിൽ നിന്ന് കടന്നു വന്നതായ പ്രിയ സാറ് വന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. ഞങ്ങളുടെ ശുശ്രൂഷകനൊന്നും വന്നെത്തിയില്ലെങ്കിൽ ഒരു കുറവും വരുത്താതെ സാറിൻ്റെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബം എന്നും കടപ്പെട്ടിരിക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ സഹോദരങ്ങളായ ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് സുബിയുടെ എൻ്റെ ആളുകളൊക്കെ ഈ പ്രദേശത്ത് പാർക്കുന്ന അവരൊക്കെ വന്ന് കാണുവാനായിട്ട് സാധിച്ചു. സഹോദരങ്ങളെ മക്കളായി അങ്ങനെ ഉള്ള അനുഭവങ്ങളിൽ കൂടെ വരുവാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷം. പ്രത്യേകമായ അച്ഛനെയും കൊണ്ടുവരുവാൻ കഴിഞ്ഞതായ അലക്സ് സാറ് എൻ്റെ സഹോദരനാണ് എങ്കിലും വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഗോമാച്ചൻ കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ളതായി നന്ദി ഞാൻ അറിയിച്ചു. അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവയെ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമി. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമി. സുമയുടെ അമ്മയുണ്ടോ? എന്നാൽ നിങ്ങൾ 3 പേരും ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോ. വാങ്ങിച്ച് എല്ലാവരും അങ്ങോട്ട് വേണം. അതോട്ട് പിടിച്ചെന്നാ മതി. ഒരാളെ ഇഗ്നീഷനാണല്ലോ തീ പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തന്നെ വലത്തെ കൈ കൊണ്ട് അല്ലാതെ ഇനി ഓഫാക്കല്ലേ. ഒത്തിങ്ങ് മാറ്റിയത് ഇനി പാല് വെച്ചോ. ഓഫാക്കണ്ട. ആ പാല് വെച്ചു എടുത്താണേ. ഇളക്കിക്കോ.